കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ മുട്ടത്തറ ബൈപ്പാസിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്ന ഫോർട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരായിരുന്ന ദിബിനെയും വിശാഖിനെയും കനമുള്ള വസ്തു കൊണ്ട് പിന്നിൽ നിന്ന് എറിഞ്ഞ ശേഷം പോലീസ് വാഹനത്തിലെത്തി ബൈക്ക് ഇടിച്ചിട്ട ശേഷം സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ക്രൂരമർദ്ദനത്തിൽ തലയോട്ടിക്ക് പരിക്ക് പറ്റിയെന്നും ദിബിന്റെ കൈ അടിച്ചൊടിച്ചെന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അത് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചവിട്ടി. കാലില് എന്തോ വെച്ച് അടിക്കുകയായിരുന്നു. കറക്റ്റ് തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയായിരുന്നു. ഒരുപാട് തല്ലായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. അതേസമയം പരാതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 6-ാം തീയതി പുലർച്ചെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഈഞ്ചക്കലിന് സമീപം വാഹനാപകടം ഉണ്ടായെന്ന് ഫോൺ സന്ദേശം ലഭിച്ചു. തുടർന്ന് ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി. ഈഞ്ചക്കൽ സർവീസ് റോഡിന് സമീപം ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു കിടന്ന ബൈക്ക് യാത്രക്കാരെ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നുമാണ് പോലീസ് ഭാഷ്യം. യുവാക്കൾ മദ്യപിച്ചിരുന്നതായും അപകടമുണ്ടായ സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. സംഭവം വിവാദമായതോടെ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നിജസ്ഥിതി ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം.